നമസ്കാരം. എല്ലാവർക്കും GK ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിലെ മായാത്ത ഒരു അധ്യായം എഴുതി ചേർത്ത പ്രതിരോധത്തിൻ്റെയും മികച്ച നേതൃത്വത്തിൻ്റെയും പ്രതീകമായ ഷെയ്ഖ് ഹസീന വാജിദിൻ്റെ ജീവിതകഥയെക്കുറിച്ചാണ്. വ്യക്തിപരമായ ദുരന്തങ്ങളെയും രാഷ്ട്രീയ വെല്ലുവിളികളെയും അതിജീവിച്ച് ബംഗ്ലാദേശിനെ സാമ്പത്തിക വളർച്ചയിലേക്ക് നയിച്ച ഒരു വനിതയുടെ അവിശ്വസനീയമായ ജീവിതയാത്ര നമുക്ക് പരിശോധിക്കാം. 1947 സെപ്റ്റംബർ 28 കിഴക്കൻ പാകിസ്ഥാനിൽ, അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശ്, ജനിച്ച ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ സ്ഥാപക നേതാവും ആദ്യ പ്രസിഡന്റുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ 5 മക്കളിൽ മൂത്തവളായിരുന്നു. അസിംപൂർ ഗേൾസ് ഹൈസ്കൂളിൽ പഠനം ആരംഭിച്ച ഹസീന പിന്നീട് ബദറുന്നീസ ഗവൺമെൻറ് ഗേൾസ് കോളേജിൽ ഉന്നത വിദ്യാഭ്യാസം നേടി. അവിടെ 1966-67 കാലഘട്ടത്തിൽ അവർ വിദ്യാർത്ഥി യൂണിയൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബംഗാളി സാഹിത്യത്തിൽ ബിരുദം നേടിയ അവർ 1973 പഠനം പൂർത്തിയാക്കി. യൂണിവേഴ്സിറ്റി കാലഘട്ടത്തിൽ ഛാത്ര ലീഗിൻ്റെ സജീവ പ്രവർത്തകയും റോക്കിയ ഹാൾ യൂണിറ്റിൻ്റെ സെക്രട്ടറിയുമായിരുന്നു. 1967 പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനായ MA വാജിദ് മിയയെ വിവാഹം കഴിച്ചു. ഈ ബന്ധത്തിൽ സജീബ്, സൈമ എന്നിങ്ങനെ 2 മക്കളുണ്ട്. 15 ഒരു സൈനിക അട്ടിമറിയിൽ ഹസീനയുടെ പിതാവും മാതാവും 3 സഹോദരന്മാരും മറ്റ് കുടുംബാംഗങ്ങളും ധാക്കയിൽ വെച്ച് ക്രൂരമായി വധിക്കപ്പെട്ടു. ആ സമയത്ത് പശ്ചിമ ജർമ്മനിയിലായിരുന്നതിനാൽ ഷെയ്ഖ് ഹസീനയും അവരുടെ ഇളയ സഹോദരി ഷെയ്ഖ് റെയ്ഹാനയും മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ സംഭവം ഹസീനയെ പ്രവാസ ജീവിതത്തിലേക്ക് തള്ളിവിട്ടു. ആദ്യം പശ്ചിമ ജർമ്മനിയിലും പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അഭയം നൽകിയതിനെ തുടർന്ന് ഡൽഹിയിലും അവർ അഭയാർത്ഥിയായി കഴിയുകയായിരുന്നു. സിയാവുർ റഹ്മാൻ്റെ സൈനിക ഭരണകൂടം ബംഗ്ലാദേശിലേക്ക് തിരികെ വരുന്നത് വിലക്കിയതിനാൽ 6 വർഷത്തോളം അവർ ഒളിവിലാണ് കഴിഞ്ഞത്. 1980-കളിൽ ജനറൽ ഹുസൈൻ മുഹമ്മദ് എർഷാദിൻ്റെ സൈനിക സ്വേച്ഛാധിപത്യത്തിനെതിരെ ഷെയ്ഖ് ഹസീന അവാമി ലീഗിനെ നയിച്ചു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP നേതാവ് ഖാലിദാസിയ ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായി അവർ സഖ്യം സ്ഥാപിച്ചു. ഈ കാലയളവിൽ നിരവധി തവണ അവർ വീട്ടുതടങ്കലിലും അറസ്റ്റിലുമായി. എങ്കിലും ജനാധിപത്യ പ്രസ്ഥാനത്തിൽ അവർ ഉറച്ചുനിന്നു. 1990-ലെ വൻ ജനകീയ പ്രക്ഷോഭം എർഷാദിൻ്റെ രാജിയിലേക്കും പാർലമെൻ്ററി ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിലേക്കും നയിച്ചു. 1991-ലെ പൊതു തിരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഖാലിദാസിയയുടെ BNPയോട് നേരിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു. പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് ഹസീന തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് ആരോപിച്ച് ബഹിഷ്കരണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നേതൃത്വം നൽകി. ബീഗംമാരുടെ യുദ്ധം എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന സിയയും ഹസീനയും തമ്മിലുള്ള ഈ മത്സരം പതിറ്റാണ്ടുകളോളം ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ നിർവചിച്ചു. പരസ്പരമുള്ള അഴിമതി ആരോപണങ്ങളും സ്വേച്ഛാധിപത്യ ആരോപണങ്ങളും ഇതിൻ്റെ ഭാഗമായിരുന്നു. 1996 ജൂണിൽ അവാമി ലീഗിനെ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീന ആദ്യമായി പ്രധാനമന്ത്രിയായി. അവരുടെ ആദ്യ ഭരണകാലം 1996 മുതൽ 2001 വരെ സാമ്പത്തിക വളർച്ച, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇന്ത്യയുമായി 30 വർഷത്തെ ജലപങ്കിടൽ ഉടമ്പടി, ചിറ്റഗോങ് ഹിൽ ട്രാക്റ്റുകളിൽ ഗോത്രവർഗങ്ങളുമായുള്ള സമാധാന ഉടമ്പടി തുടങ്ങിയ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം 5 വർഷം തികച്ചു ഭരിക്കുന്ന ആദ്യത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി അവർ മാറി. 2001-ലെ തിരഞ്ഞെടുപ്പിൽ സിയയുടെ BNPയോട് പരാജയപ്പെട്ട ശേഷം 2009 ജനുവരിയിൽ ഹസീന വീണ്ടും അധികാരത്തിലെത്തി. ഇത് ബംഗ്ലാദേശ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായെന്ന റെക്കോർഡിലേക്ക് അവരെ എത്തിച്ചു. അവരുടെ 2ാം ഭരണകാലം ശ്രദ്ധേയമായ സാമ്പത്തിക പുരോഗതിക്ക് സാക്ഷ്യം വഹിച്ചു. ബംഗ്ലാദേശിൻ്റെ പ്രതിശീർഷ വരുമാനം 3 ഇരട്ടിയായി വർദ്ധിച്ചു.
ദാരിദ്ര്യം കുറഞ്ഞു. വസ്ത്രവ്യവസായം കുതിച്ചുയർന്നു. ഇത് രാജ്യത്തെ ആഗോള ടെക്സ്റ്റൈൽ ഹബ്ബാക്കി മാറ്റി. $2.9 ബില്യൺ ചെലവിൽ നിർമ്മിച്ച പത്മ ബ്രിഡ്ജ് പോലുള്ള പ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ഡിജിറ്റലൈസേഷൻ ശ്രമങ്ങളും ബംഗ്ലാദേശിൻ്റെ ആഗോള നിലവാരം ഉയർത്തി. 2017 മ്യാൻമാറിൽ നിന്നുള്ള 7 ലക്ഷത്തിലധികം റോഹിംഗ്യൻ അഭയാർത്ഥികളെ സ്വീകരിച്ചതിന് ഹസീനയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ പ്രശംസ ലഭിച്ചു. എന്നാൽ അവരുടെ ഭരണകാലം വർദ്ധിച്ചുവരുന്ന സ്വേച്ഛാധിപത്യത്തിൻ്റെ പേരിൽ വിമർശനങ്ങൾ നേരിട്ടു. തിരഞ്ഞെടുപ്പ് തട്ടിപ്പുകൾ, വിയോജിപ്പുകളെ അടിച്ചമർത്തൽ, മാധ്യമ സെൻസർഷിപ്പ് എന്നിവയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പ്രത്യേകിച്ച് 2018-2024 തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ശക്തിപ്പെട്ടു. കൂട്ട അറസ്റ്റുകൾ, നിയമവിരുദ്ധ കൊലപാതകങ്ങൾ, നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കൽ തുടങ്ങിയ ആരോപണങ്ങൾക്കും ഹസീന സർക്കാരിനെതിരെ ഉയർന്നു. 2024 ജൂലൈ 1971 സ്വാതന്ത്ര്യസമര സേനാനികളുടെ പിൻഗാമികൾക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം നൽകുന്ന നയത്തിനെതിരായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഒരു വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി വളർന്നു. പ്രതിഷേധക്കാരെ റസാക്കറുകൾ എന്ന് ഷെയ്ഖ് ഹസീന വിശേഷിപ്പിച്ചതും അതിനെ തുടർന്നുണ്ടായ അക്രമാസക്തമായ അടിച്ചമർത്തലുകളും പൊതുജനരോഷം ആളിക്കത്തിച്ചു. 2024 ഓഗസ്റ്റ് 5 വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അവരുടെ രാജി ധാക്കയിലെ ജനക്കൂട്ടം ആഘോഷിച്ചു. തുടർന്ന് നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഒരിടക്കാല സർക്കാർ രൂപീകരിക്കപ്പെട്ടു. അവാമി ലീഗിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ഭാവി തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിലക്കുകയും ചെയ്തു. 77 വയസ്സുകാരിയായ ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ തുടരുകയാണ്. മറ്റെവിടെയെങ്കിലും അഭയം തേടാനാണ് അവർ ശ്രമിക്കുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട്. അവരുടെ മകൻ സജീവ് വാജിദ് ആദ്യം അവർ തിരികെ വരില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവർ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരും എന്നറിയിക്കുന്നു. എന്നാൽ അവരുടെ രാഷ്ട്രീയ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഷെയ്ഖ് ഹസീനയുടെ ജീവിതം വ്യക്തിപരമായ ദുരന്തങ്ങളെ അതിജീവിച്ചും ബംഗ്ലാദേശിനെ സാമ്പത്തികമായി രൂപാന്തരപ്പെടുത്തിയുമുള്ള ഒരു പ്രതിരോധത്തിൻ്റെ കഥയാണ്. ബംഗ്ലാദേശിനെ ഒരു പ്രാദേശിക സാമ്പത്തിക ശക്തിയായി മാറ്റിയതിനും 1971 പാരമ്പര്യം സംരക്ഷിച്ചതിനും അവരുടെ പിന്തുണക്കാർ അവരെ പ്രശംസിക്കുന്നു. എന്നാൽ അവരുടെ സ്വേച്ഛാധിപത്യപരമായ ഭരണം ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കുകയും വിയോജിപ്പുകളെ അടിച്ചമർത്തുകയും ചെയ്തുവെന്ന് വിമർശകർ വാദിക്കുന്നു. ബംഗ്ലാദേശ് ഹസീനാനന്തര യുഗത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ അവാമി ലീഗിൻ്റെയും രാജ്യത്തിൻ്റെ ജനാധിപത്യപരമായ ഭാവിയെക്കുറിച്ചും ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഒരു വിദ്യാർത്ഥി നേതാവിൽ നിന്ന് ആഗോള ശ്രദ്ധ നേടിയ വ്യക്തിത്വത്തിലേക്കും പിന്നീടൊരു ധ്രുവീകരണ വ്യക്തിത്വത്തിലേക്കുമുള്ള ഹസീനയുടെ യാത്ര ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ ഭൂമികയുടെ സങ്കീർണതകളെ പ്രതിഫലിക്കുന്നു.